അപ്പോൾ നമുക്ക് ആദ്യം അരി ഒന്ന് കഴുകിയെടുക്കാം. അരി ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് 165 രൂപയാണ്. ഇത് കുറഞ്ഞത് നമുക്ക് കിട്ടും. രണ്ട് കിലോ അരിയാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നല്ല വലിപ്പമുള്ള അരിയാണ്. ഇത് ആദ്യം ഒന്ന് കഴുകിയിട്ട് നമുക്കില്ലേ ഒരു അരമണിക്കൂർ ഇത് കുതിരാനായിട്ട് വെക്കണം. ആദ്യം നല്ലപോലെ കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിരാൻ വെക്കാം. ഒരു 2-3 തവണ കഴുകണം. വലിയ അഴുക്കൊന്നുമില്ല, എങ്കിലും ഒരു 2-3 തവണ കഴുകിയാലേ അരി വൃത്തിയാവുള്ളൂ. നമ്മൾ അരി ഒരു 2-3 തവണ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഒരു അരമണിക്കൂർ കുതിരട്ടെ. അടുപ്പൊന്ന് കത്തിച്ചു വിടാം. പിടിക്കട്ടെ. നമുക്ക് ചട്ടി വെച്ച് നമുക്ക് ചോറൊന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിന് വെള്ളത്തിന് അളവില്ല. അരി നമ്മളൊരു 3/4 വേവാക്കി എടുക്കണം. ഒരു 80% വേവാക്കി എടുക്കണം. വെള്ളം തിളക്കട്ടെ. വെള്ളം ഒന്ന് തിളക്കട്ടെ ശരിക്കും. വെള്ളം തിളച്ചാൽ സൂപ്പറായിട്ട് തിളക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് നമുക്ക് ഒരു അല്പം ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ചെറുനാരങ്ങ ഓയിൽ ഒഴിച്ചാലും മതി. ചെറുനാരങ്ങ ചോറിനൊരു പുളിപ്പും കിട്ടും, ചോറ് ഒട്ടുമില്ല. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച അരിയാണത്. അതൊന്ന് വെള്ളം കളഞ്ഞെടുക്കാം. അരി ഒന്ന് കുതിർന്ന് അടിപൊളിയായിരുന്നപ്പോൾ നമുക്കത് അതിലിട്ട് കൊടുക്കാം. വെള്ളത്തിൽ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഒരു 3/4 വേവായാൽ മതി. ഒരു 80% വെന്താൽ മതി. ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ലേശം ഇട്ട് കൊടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് ആവും സംഭവം, പെട്ടെന്നാവും. അടച്ചു വയ്ക്കാം, ഒന്ന് തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് ആയി. നമുക്ക് തുറന്ന് ചോറ് പതുക്കെ തിളച്ചാൽ മതി. ഇപ്പോഴേ കറക്റ്റാണ്. ചോറൊക്കെ ആയിട്ടുണ്ട്. നല്ല സൂപ്പറായി. ഒരു 80% വെന്താൽ മതി നമുക്ക്. വെന്തിട്ടുണ്ട്, മതി. നമുക്കിത് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ചോറ് പരത്തിയിടാം. നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ സാധാ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് പച്ചമുളക്. 2 കിലോ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇത്രയും നമ്മൾ അരിഞ്ഞെടുത്തത്. നമുക്ക് ക്യാരറ്റും ബീൻസും കൊടുക്കാം. ഇതിൽ പച്ചക്കറികൾ ഒരുപാട് ചേർക്കുക, കുഴപ്പമില്ല. അതുപോലെ ക്യാപ്സിക്കും കേബേജുമാണത്. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ്. നമ്മൾ ഗ്രീന് ലാസ്റ്റ് ചേർക്കുമ്പോൾ വൈറ്റ് ചേർക്കുക. ഉള്ളി വേണേൽ ഉപയോഗിക്കാം. സ്പ്രിംഗ് ഓണിയൻ തന്നെ വേണമെന്നൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചതുകൊണ്ട് ഇട്ടൊന്ന് മാത്രം. ഇതൊന്ന് ഒരു പകുതി വേവാകട്ടെ. ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ ശരിക്കൊന്ന് വെന്തോളും. അത്രയേ ഉള്ളൂ. ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ഉപ്പ് സാധനങ്ങളൊക്കെ പോകാം. ഇത്
ആവശ്യത്തിന് ഉപ്പ്, ഇതിനുള്ള ഉപ്പ് മതി. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് റെഡ് ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ ചില്ലി സോസാണത്. ഇതൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുറച്ച് സോയ സോസ് മതി. ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കണം ഈ സമയത്ത്, ഉപ്പ് കറക്റ്റാണോ നോക്കിയിട്ട്. കറക്റ്റാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. ഇനി ബാക്കിയൊന്നുമില്ല, ചോറ് മാത്രമേ ചേർക്കാനുള്ളൂ. ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെടിക്കാനായിട്ട് വെച്ചാൽ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ലുക്ക് കിട്ടില്ല. ഇളക്കാം. എല്ലാം കൂടി മിക്സായി വരണം. അപ്പോഴേ ഇത് ചില ആളുകൾ ഉണ്ടാക്കുന്നത് വെള്ള കളറിനാണ്, പക്ഷെ നമ്മളിത് ഒരുപാട് വെള്ളയാക്കണ്ട. ഒന്ന് ചൂടായാൽ മതി, അത്രയേ ഉള്ളൂ. ഫ്രൈഡ് റൈസ് വളരെ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന സംഭവമുള്ളൂ. റെഡി, നമുക്ക് ഇറക്കി വയ്ക്കാം. മതി. ഓക്കെ, നമുക്കിത് ഇറക്കി വയ്ക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് നമുക്ക് ഒരു തട്ടിലേക്ക് മാറ്റാം. എന്താ രസം, കാണുന്നതിന് അടിപൊളിയായിട്ടില്ലേ? എല്ലാ വെജിറ്റബിൾ, ഇനിയും വെജിറ്റബിൾ നമുക്കിതിൽ ചേർക്കാം. ഞാൻ കുറച്ച് എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തതാണ്. റെഡി. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇങ്ങനെ അവിടെ ഇട്ടിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താൽ നല്ല രസവരും കാണും. ലക്ഷ്മണ വാ, സലാഡുണ്ട്. സലാഡ് കൂട്ടിയിട്ട് നമ്മളൊന്നിത് പൊളിക്കും. സൈഡ് വയ്ക്കാം. സൈഡ് വെക്കും. ഇവിടെ കുറച്ച് സൈഡ് ഇങ്ങനെ ഇട്ടാ ഇവിടെ വെക്കി. അതാണ് അടിപൊളി. ഇവിടേക്ക് കുറച്ച്. ഓക്കെ, നമുക്ക് പരിപാടി തുടങ്ങാം. പരിപാടി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെജ് കുറവാണ്, നോൺ വെജിൻ്റെ ആളുകളാണ്. അങ്ങനെ എന്നാലും അടിപൊളി, പെട്ടെന്നുണ്ടാക്കാം. നമുക്ക് എന്താ പറയുക, ശരീരത്തിന് വലിയ ദോഷമില്ലാത്ത ഒരു പരിപാടി. ഓക്കെ, എങ്ങനെയുണ്ടാ അഭി? എങ്ങനെയുണ്ട്? സൂപ്പറാണ്, സംഗതി സൂപ്പറാണ്. 10 മിനിറ്റ് ആര് വിരുന്നുകാർ വന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. ശരി, അപ്പോൾ കുറച്ച് പണിയുണ്ട്, നോക്കട്ടെ. ഇത്തിരി സോസ് ഉണ്ടെങ്കിൽ സൂപ്പറാണ്. എങ്ങനെയുണ്ട്? ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നൊരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്ന് കിടിലൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ചുവടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ IGTV ഇൻസ്റ്റാഗ്രാം TVയിൽ നമ്മൾ ഇനി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ആക്റ്റീവായിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.
Bye.